മെയിൻ ആയിട്ട് വന്നിട്ടുള്ള അപർണയും ആസിഫ് അലിയും അവരുടെ ലീഡിങ് റോള് നല്ല രീതിയിൽ തന്നെ അവർ എനർജറ്റിക് ആയിട്ടും എന്താ പറയാ, പ്രത്യേകിച്ച് അപർണയ്ക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യാനുണ്ട്. അതൊക്കെ അവള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതുവരെ ചെയ്യാത്ത റോളൊന്നുമല്ല, പക്ഷെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ എക്സ്പ്രഷൻസ്, ചെറിയ ചെറിയ മാനറിസങ്ങളൊക്കെ ബോഡി ലാംഗ്വേജിലടക്കം ചെറിയ ചെറിയ കാര്യങ്ങളും ഒപ്പര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചെയ്യും. പിന്നെ ഇതില് ഈ സസ്പെൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫോറിൻ സസ്പെൻസ് ത്രില്ലറൊക്കെ കണ്ട ആളാണ്. അപ്പൊ ഞാൻ ചെയ്യേണ്ട ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് പടം തുടങ്ങി ഒരു പകുതി ആകുമ്പോഴേക്കും ഉള്ള ക്ലൂസ് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ എൻഡിങ് എന്താകുമെന്ന് ഞാൻ തന്നെ ഇങ്ങനെ ഗസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഗസ് ചെയ്തിട്ട് കിട്ടുന്ന ടിസ്റ്റാണ് ശരിക്കും പടം കണ്ടു വരുമ്പോൾ സെയിം ആണ് വരുന്നെങ്കിൽ, അതിന് അടുത്തിട്ട് വരുന്നെങ്കിൽ അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നില്ല. പക്ഷെ ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുറെ പ്രഡിക്ഷൻസ് തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. പ്രെഡിക്റ്റബിൾ ആയിട്ട് ഇല്ല എന്നല്ല, പക്ഷെ മെയിൻ സാധനങ്ങൾ, ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിന് മുമ്പ് വരുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അത് എന്നെ ഇമ്പ്രസ് ചെയ്തു. അപ്പോൾ എന്താ പറയാ, ഒരു നിങ്ങൾ കുറെ ഇതുപോലത്തെ ട്വിസ്റ്റ് എൻഡിങ് പടങ്ങൾ, സസ്പെൻസ് ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ജിത്തു ജോസഫിന്റെ മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഫെയർലി എൻഗേജ് ചെയ്യുന്ന കുറെ ഡിസ്റ്റന്റ് ടേൺസ് ഉള്ള പടം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.